ഹലോ ഫ്രണ്ട്സ്, കേരള കാസിൻ്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ പ്രാവശ്യം ഡൽഹിയിൽ പോയി വന്നിട്ട് നമുക്കിവിടെ ഇപ്പോൾ ഒരു വണ്ടി കസ്റ്റമർക്ക് നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഡെലിവറി കൊടുക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2019 മോഡൽ മഹേന്ദ്രയുടെ XUV 500 അഥവാ XUV 500 എന്ന് പറയുന്ന W7 വേരിയൻ്റ് കിടക്കുന്ന ഒരു സിംഗിൾ RC സിംഗിൾ യൂസ് വാഹനമാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇവരൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു, വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ളതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ? അതെ, എൻ്റെ പേര് രാംകുമാർ, സ്ഥലം എറണാകുളമാണ്. അപ്പോൾ ഞാൻ അജ്മലിനെ പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് വഴിയാണ്. കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് യൂട്യൂബിൽ ഓരോ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ കുറച്ച് ആൾ ജെന്യൂനാണ്, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമുക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാമെന്ന് തോന്നി. പിന്നെ XUV എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. ഞാനിവിടെ കുറേ നോക്കിയതാണ്, പക്ഷെ നമുക്ക് റേറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടും അങ്ങോട്ട് ഒത്തു കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് അങ്ങനെ വണ്ടി എടുത്താലും കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നിയത്. അങ്ങനെയാണ് അജ്മലിനെ യൂട്യൂബിൽ വീഡിയോ കാണുന്നതും അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നതും. അങ്ങനെ സംസാരിച്ചപ്പോൾ ഓക്കെയാണ്, അപ്പോൾ നമുക്ക് നോക്കാം എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നില്ല നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട്. അതെ, ഫെബ്രുവരി. അപ്പോൾ തന്നെ നമുക്ക് വണ്ടികൾ പെട്ടെന്ന് കിട്ടി. മറ്റത് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ നോക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, പലയിടത്ത് പോയി നോക്കണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുകൊണ്ടാണ് ഞാൻ അജ്മലിനെ ഏൽപ്പിച്ചത്. അപ്പോൾ അജ്മൽ നോക്കും, ചെക്ക് ചെയ്യും, എല്ലാം റെഡിയാക്കി നമുക്ക് സെറ്റ് ചെയ്ത് തരും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് എടുത്തതാണ്. അങ്ങനെ ഇപ്പോൾ വണ്ടി കൈ കിട്ടിയൊക്കെയാണ്, അതിൻ്റെ സന്തോഷമാണ്. ഇതിപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുള്ളായിട്ട് വീഡിയോ കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം എത്ര വണ്ടി കണ്ടിട്ടുണ്ടോ ഈ ഒരു വണ്ടി മാത്രം? നമ്മളിപ്പോൾ 2 വണ്ടി അല്ലേ, 2-3 വണ്ടിയല്ലേ കണ്ടിട്ടുള്ളൂ. 2-3 വണ്ടി കണ്ടിട്ടുള്ളൂ. അതിലൊരു വണ്ടി പോയി നോക്കിയത് അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പോൾ തന്നെ അജ്മൽ തന്നെ പറഞ്ഞത് നോക്കണ്ട, വേണ്ട വിട്ടേക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. ചില റേറ്റ് കുറച്ച് കുറവുണ്ടായിരുന്നു. W8 നല്ലൊരു ഇത് കണ്ടു, പക്ഷേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോ കണ്ടതും വണ്ടി നല്ല. ഞാൻ ഉദ്ദേശിച്ചതും 2016-17 മോഡൽ മതി എന്നാണ്, പക്ഷേ എനിക്ക് 2019 കിട്ടിയപ്പോൾ പറഞ്ഞാൽ അതൊരു ഒറ്റ ഇതുകൊണ്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. കാരണം നമുക്കും അത് പലർക്കും ഒരു ധാരണ ഉണ്ടായത്, നമുക്കിപ്പോൾ അവിടെ നിന്ന് 10 രൂപ കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് വില കൂട്ടി കൊടുക്കുന്നു. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ എടുത്തുന്ന പ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രൈസ് നല്ല റേറ്റ് ആയിരുന്നു. റേറ്റ് ഒരിക്കലും 19 വണ്ടി വിലക്ക് കിട്ടൂല. എൻ്റെ അടുത്ത് അജ്മൽ അപ്പോൾ തന്നെ പറഞ്ഞത്, ഞാനപ്പോൾ ഓക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് W7 വേരിയൻ്റ് ആണെങ്കിൽ W9 അല്ലെങ്കിൽ 11 ഒക്കെ ആണ്, നമ്മൾ W9 ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഈ റേറ്റിന് ഈ വർഷത്തെ വണ്ടി 2019 കേട്ടപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞതാണ്. പിന്നെ വേറെ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ നോക്കിയാലും 15-16 വണ്ടിക്ക് ചോദിക്കുന്ന വിലക്കാണ് നമ്മൾ ഈ വണ്ടി എടുത്ത വില പുറത്ത് പറയണം. അല്ല, അധികം പേരും പലരും കസ്റ്റമർ പറയണ്ട, അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. ചിലർ വീട്ടിൽ പറയാതെ എടുക്കും. അത് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, കാരണം എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, കാരണം അത് വീട്ടിലറിഞ്ഞു. ഒരു എൻഡോർ എടുത്തു, 2019 വണ്ടിയാണ്. അപ്പോൾ എടുത്ത വില എന്ന് പറഞ്ഞാൽ പുള്ളി വീട്ടിൽ പറഞ്ഞ വിലയൊന്നും 10 ലക്ഷം കുറവിലാണ് പുള്ളി വീട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് കാരണം വീട്ടുകാരെ കണക്കിലൊരു 10 രൂപയുടെ വണ്ടി 10 ലക്ഷം രൂപയുടെ വണ്ടി മതി എന്നാണ്. കാരണം ആൾ പ്രവാസിയാണല്ലോ, യൂസ് ചെയ്യുന്നില്ല, അപ്പന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആളോട് പറയണതാണ് 10 ലക്ഷം രൂപയുടെ വല്ല സ്വിഫ്റ്റ് വല്ല എടുക്കാന്ന് പറഞ്ഞത്. പുള്ളി ഇത് തലക്കൊട്ടി തേക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പം കാശ് ഇത്ര തരുള്ളൂ, അപ്പൻ എന്ത് ചോദിച്ചാലും ആ വില എന്ന വണ്ടിക്ക് പറയാവൂ, ബാക്കി നിനക്ക് എന്താ വേണ്ടി ഞാൻ തരും, ഒരു കാരണവശാലും മിണ്ടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചില ആൾക്കാർ അങ്ങനെ പേഴ്സണലി പല ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കൂടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് വിഷ്ണു, നെയ്ബറാണ്, റാമിൻ്റെ നെയ്ബർ. വണ്ടി എങ്ങനെ നോക്കിയിട്ട്? വണ്ടി കുഴപ്പമില്ല, നല്ലതാണ്. ഇപ്പോൾ ചെറിയൊരു ദൂരമല്ലേ നമ്മൾ ഓടിച്ചുള്ളൂ, അവിടെ നിന്ന് വാഷ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇവിടം വരെ ഓടിച്ചിട്ടുള്ളൂ. അത് ഞാനൊരു കാര്യം ചോദിക്കണം. ഇപ്പോൾ വണ്ടി നമ്മൾ കൊണ്ടുവന്നു, പലരും വിചാരിക്കും നമ്മൾ എന്തോ വർക്കൊക്കെ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ തെറ്റിദ്ധാരണ വരാറുണ്ട്. ഈ വണ്ടിയിൽ ഇപ്പോൾ ആക്ച്വലി ഇത് കൊണ്ടുവന്ന് അങ്ങനെ നിങ്ങൾക്ക് തരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകാൻ സമയം കിട്ടിയിട്ടുള്ളൂ, എന്തായിരുന്നു അവസ്ഥ ഒന്ന് പറഞ്ഞു? വാഷ് ചെയ്യാനായിട്ടുള്ള ടൈം മാത്രമേ എടുത്തുള്ളൂ. കാരണം വീഡിയോ എനിക്ക് കാണിച്ചു തന്നതാണ്, വണ്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് കാണിച്ചു തന്നു. അതുപോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓടിച്ചു നോക്കിയിട്ട് ഓടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല എല്ലാം. എന്തായാലും വീഡിയോ കിടപ്പുണ്ടാവും ചാനൽ, അപ്പോൾ അതിനകത്ത് വന്ന് എന്തെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. എന്തായാലും കമന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഡൽഹി ഹരിയാന ഭാഗങ്ങളിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോയുടെ സൈഡിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് ഇയറിൽ കിടക്കുന്ന ഏത് വാഹനം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് ഞാൻ പറഞ്ഞു, പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി നോക്കി ചെക്ക് ചെയ്ത് വാഹനങ്ങൾ എടുത്ത് തരികയാണ് ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്നില്ല. ഒരു കസ്റ്റമർ അവരുടെ റിക്വയർമെൻറ്റ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കുകയാണ്, നമ്മൾ ഇനോവ, ഇറ്റിയോസ് ലിവ, കൊറോള അൾട്ടിസ്, ടാറ്റയുടെ സഫാരി സ്റ്റോം, അതുപോലെ തന്നെ മഹേന്ദ്രയുടെ താറ്, ഇങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചെറുവാഹനങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ചിലതൊക്കെ ഇപ്പോൾ അവിടുന്ന് വണ്ടി കിട്ടാനില്ല, ചിലത് കിട്ടിക്കഴിഞ്ഞാൽ വിലയും കൊണ്ട് ഒക്കാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തത്. പിന്നെ വേറെ ഏതൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയെന്ന് അറിയാൻ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം. ചില വാഹനങ്ങളുടെ ഒന്നും വീഡിയോക്കകത്ത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ വാഹനങ്ങൾ എത്ര രൂപയ്ക്ക് എടുക്കാം, എങ്ങനെ എന്താണെന്ന് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്കകത്ത് ഒന്നേ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിനെ തന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും കാര്യങ്ങളും ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഇപ്പോൾ ഡൽഹി ഹരിയാന ഭാഗങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും വണ്ടികൾ എടുക്കുന്നതായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന ഒത്തിരി നല്ല ആളുകളുണ്ട്, ഒരുപാട് നല്ല മാർഗ്ഗങ്ങൾ വേറെ ഉണ്ട് വണ്ടി എടുക്കാൻ. അപ്പോൾ അതൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എനിക്ക് അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മറുപടി തന്നിരും. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.